ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഇടുക്കിയിൽ ദയാവധത്തിന് തയ്യാർ എന്ന പോസ്റ്ററുമായി സമരം ചെയ്ത വൃദ്ധ ദമ്പതികൾ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവരുന്നു. അടിമാലി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. പെൻഷൻ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് CPIM നേതാക്കൾ ഉറപ്പു നൽകിയതോടെ ദമ്പതികൾ പോസ്റ്റർ അഴിച്ചുമാറ്റി. രാഹുൽ വിജയൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, CPIM നേതാക്കൾ നടത്തിയ അനുനയ നീക്കം ഫലം കണ്ടു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാമെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് നൽകിയിരിക്കുന്ന ഉറപ്പുകൾ? ദമ്പതികൾ ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? എന്തായാലും പ്രതിഷേധ സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ദമ്പതികൾ ഇന്ന് പറഞ്ഞത്. മാത്രമല്ല, അതിന് പിന്നാലെ ഇവിടെ കെട്ടിയിരുന്ന പോസ്റ്റർ അഴിച്ചു മാറ്റുകയും ചെയ്തിരുന്നു. ദയാവധത്തിന് തയ്യാർ എന്നുള്ള മുദ്രാവാക്യം എഴുതിക്കൊണ്ടായിരുന്നു ഈ പോസ്റ്റർ ഇവിടെ ഈ കടയ്ക്ക് മുന്നിൽ, ഇവർ താമസിക്കുന്ന പെട്ടിക്കടയ്ക്ക് മുന്നിൽ പതിക്കുകയും ചെയ്തിരുന്നത്. അതെന്തായാലും അഴിച്ചു മാറ്റിയിട്ടുണ്ട്. CPIMന്റെ ഏരിയ സെക്രട്ടറി, അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തി ഈ രണ്ടുപേരോട്, ഈ വൃദ്ധ ദമ്പതികളോട് സംസാരിച്ചു. കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ അവർക്ക് നൽകി. ആ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും, സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സഹായവും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് ഇവർക്ക് കൊടുത്തു എന്നുള്ളതാണ് ഈ വൃദ്ധ ദമ്പതികൾ എന്തായാലും നമ്മളോടും പറയുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ കടയിൽ ഉൾപ്പെടെയുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, സാധനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ ഇവർക്ക് കച്ചവടം ചെയ്യുന്നതിന് ആവശ്യമുള്ള ചെറിയ രീതിയിലുള്ള സഹായവും കടയിലേക്കും പാർട്ടിയുടെ നേതൃത്വത്തിൽ ചെയ്യും എന്നുള്ളതാണ്, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ പ്രതിഷേധം 1.5 ദിവസം നീണ്ടുനിന്ന ദയാവധത്തിന് തയ്യാർ എന്ന് എഴുതി വെച്ച് പോസ്റ്റർ എഴുതി വെച്ചുകൊണ്ട് നടത്തിയിരുന്ന പ്രതിഷേധ സമരം എന്തായാലും ഈ വൃദ്ധ ദമ്പതികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശരി, ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഇടുക്കിയിൽ ദയാവധത്തിന് തയ്യാറെന്ന പോസ്റ്ററുമായി സമരം ചെയ്ത വൃദ്ധ ദമ്പതികൾ സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. CPIM പ്രാദേശിക നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഇടപെടൽ, അതിനുശേഷം ഇപ്പോൾ ആ പോസ്റ്ററൊക്കെ അഴിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. പെൻഷൻ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് CPIM നേതാക്കൾ ഉറപ്പ് നൽകിയതോടുകൂടിയാണ് ദമ്പതികൾ പോസ്റ്റർ അഴിച്ചു മാറ്റിയത്. രാഹുൽ വിജയൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ വൃദ്ധ ദമ്പതികളുടെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം കൂടി ലഭ്യമാക്കാൻ കഴിയുമോ രാഹുൽ? തീർച്ചയായിട്ടും. നമുക്ക് ഇവിടെ ഓമന എന്ന് പറയുന്ന അമ്മ, കാലിന് ബുദ്ധിമുട്ടുള്ള അമ്മയാണ്. അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മ, എന്തായാലും പ്രതിഷേധ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണല്ലേ, ഇവർ വന്ന് എന്താ പറഞ്ഞത്? അവർ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്, അവർ നടത്തുമെന്നുള്ള ഉറപ്പും എനിക്കുണ്ട്. ഞങ്ങൾ നേരത്തെ മുതൽ കുഞ്ഞുനാളെ മുതൽ അറിയുന്ന സഖാവാണ്. സഖാവ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യം എന്തുണ്ടെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ട് സഖാവ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ല. ഇപ്പം അടുത്ത മണിക്കൂറുകൾ മുമ്പ് എൻ്റെ കടയിൽ സാധനങ്ങളൊക്കെ വരും. എനിക്ക് സഖാവ് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. നേരത്തെ ഈ സഖാവിനോട് ബുദ്ധിമുട്ടെന്നാൽ പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അത്രയും വലിയ ബുദ്ധിമുട്ട് വന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ മുണ്ടും വർത്താനം പറയും, വിശേഷം ചോദിക്കും, അങ്ങനെ പോവുകയുള്ളായിരുന്നു. ഇപ്പം ഇത്രയും വലിയ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് സഖാവ് എല്ലാം അറിഞ്ഞു, ഇവിടെ വന്നു, എൻ്റെ കാര്യത്തിന് ഇടപെട്ടു, കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി. നമ്മളോടൊപ്പം ഏരിയ സെക്രട്ടറി കൂടി ചേരുന്നുണ്ട്. ഈ പ്രതിഷേധ സമരം എപ്പോഴാണ് അറിഞ്ഞത്? ഇങ്ങനെ ഇവരോട് നേരത്തെ ഇവരുടെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാനിവിടെ സാധാരണ വരുമ്പോൾ വർത്താനം പറയുന്നതാണ്. ഇങ്ങനൊരു ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞിരുന്നില്ല. ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് വൈകുന്നേരം. അപ്പോൾ ഞാൻ സംസാരിച്ചിട്ട് പോയി. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇടപെടാം, എന്നോട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. ഇന്നിപ്പോൾ രാവിലെ വന്നപ്പോൾ ഞാൻ ഈ വിഷയത്തിൻ്റെ ഗൗരവത്തിൽ ഒരു മരണം ഉണ്ടായിരുന്നു അടിമാലിൽ. അപ്പോൾ അതിൽ പങ്കെടുത്തിട്ട് വേഗം തന്നെ ഇവിടെ വന്ന് ഇവർക്ക് ഏത് രീതിയിലുള്ള സഹായം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം പെൻഷൻ്റെ കാര്യമാണ്. പെൻഷൻ കൃത്യമായിട്ട് മാസം കൊടുക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്ന ഭാഗമായി ബഡ്ജറ്റിൽ തന്നെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും. ഇനി അതിൻ്റെ ഒരു കുറവുകൊണ്ട് ഇവർക്ക് ഒരു ബുദ്ധിമുട്ട് എന്ന് പറയില്ല. അത്തരം കാര്യങ്ങൾ വന്നാൽ ഞങ്ങൾ ഇടപെട്ട് സഹായിക്കും അവർ തീർച്ചയായിട്ടും. മറ്റൊന്ന്, ഇവർ വന്യജീവി ആക്രമണമാണ്. ഇവരുടെ വീടിൻ്റെ പറമ്പിൻ്റെ പുറവശത്ത് ആന എപ്പോഴും കാട്ടാന വരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടപെട്ടിരുന്നു. സ്വമേധ ചെയ്താകാൻ സാധ്യതയില്ല. ആരെങ്കിലും കാണും ഇതിൻ്റെ പുറകിൽ, സ്വാഭാവികമായിട്ട്. എന്തായാലും നിലവിൽ CPIMന്റെ അടിമാലി ഏരിയ കമ്മിറ്റി ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തായാലും സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ അമ്മ എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. ശിവദാസൻ ചേട്ടൻ ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ശരി, എന്തായാലും ആ സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ വിജയൻ അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. CPIM പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഇടപെടൽ, അവർ നൽകിയിരിക്കുന്ന ഉറപ്പ്, അതിനെ തുടർന്നാണ് ഇപ്പോൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള വൃദ്ധ ദമ്പതികളുടെ തീരുമാനം. ആ ഉറപ്പിനെ വിശ്വാസത്തിലെടുക്കുന്നു എന്നാണ് വൃദ്ധ ദമ്പതികളും പ്രതികരിക്കുന്നത്.